അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇസ്തിഖാറ നിസ്കാരത്തെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു. ആ നിസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്താൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നി. അതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അത്രയും ഹൈറല്ലേ. അൽഹംദുലില്ലാഹ്. ഇസ്തിഖാറ നിസ്കാരം ഒരു കാര്യം നമുക്ക് നന്മയാണോ തിന്മയാണോ എന്നറിയാനുള്ള നിസ്കാരമാണിത്. നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മുടെ മക്കളെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ വിവാഹം, അതുപോലെ തന്നെ ബിസിനസ്, അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഹൈറായി തീരുമോ അതോ ഷെറായി തീരുമോ എന്നറിയാനുള്ള നിസ്കാരമാണിത്. ഈ നിസ്കാരം മുസ്തഹിബാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നേതാവ്, നമ്മുടെ ഹബീബ്, നമ്മുടെ വഴികാട്ടി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരമാണിത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിസ്കരിച്ച് ദുആയും ചെയ്ത് കിടക്കുക. ആ ഷോർട്ട് വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ദുആ ഇട്ടിട്ടുണ്ട്. ആ ദുആയും ചെയ്ത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇശാക്ക് ശേഷം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദുമാണ് ഓതേണ്ടത് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു തആല ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നമായി ഒരു കാര്യം ഹൈറാണോ ഷെറാണോ എന്ന് കാണിച്ചു തരും. ചില സന്ദർഭങ്ങളിൽ സ്വപ്നം വ്യക്തമായി തന്നെ കാണും. അതായത് നമുക്ക് പൂത്തുലഞ്ഞ നിൽക്കുന്ന മരം കണ്ടാൽ അത് ഹൈറാണെന്ന് നമുക്ക് തീരുമാനിക്കാനാവും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണങ്ങിക്കരിഞ്ഞിട്ടുള്ള മരമാണെങ്കിൽ അത് ഷെറാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ അറിവുകൾ കേട്ടോ. അതുപോലെ തന്നെ വെള്ളമാണ് കാണുന്നതെങ്കിൽ നന്മയും, തീയാണ് കാണുന്നതെങ്കിൽ തിന്മയുമാണെന്നാണ് അറിയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്വപ്നമൊന്നും കണ്ടെന്ന് വരില്ല. 7 ദിവസം വരെ ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരം തുടരാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ ദിവസം 2-ാം ദിവസം ഒന്നൊരു വഴി കിട്ടിയില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അള്ളാഹു ഇൻഷാ അല്ലാഹ് ഒരു വഴി തുറന്നു തരിക തന്നെ ചെയ്യും, ഉറപ്പാണ്. അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും. ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വഴി തുറന്നു തരും. മൈ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു നിസ്കാരമാണിത്, ഒരു ഇബാദത്താണിത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാരൻറ്റിയായി ഉറപ്പായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിർവഹിക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നാം അറിയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലൊരു നമ്മളുടേതായ ധാരണ ഉണ്ടാവുമല്ലോ. അത് ഹൈറാവും അത് ഷെറാവും തീരുമാനിച്ചിട്ട് നിസ്കരിച്ച് കിടന്നുറങ്ങരുത്. എല്ലാം തവക്കൽത്തു അലല്ലാഹ്, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത്, ഈ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആത്മാർത്ഥമായി ചെയ്ത് നല്ല പീസ്ഫുൾ മൈൻഡായി തവക്കൽത്തു അലല്ലാഹ് എന്ന നിയ്യത്തോടു കൂടി കിടന്നുറങ്ങുക. നമസ്കാരം ശ്രദ്ധയോടെ തന്നെ നിസ്കരിക്കുക. ദുആയിൽ അങ്ങേയറ്റം താഴ്മയും വിനയവും ഉണ്ടായിരിക്കണം. ഈ ദുആ വളരെ വിനയത്തോടെ ഹൃദയ സാന്നിധ്യത്തോടെ ഇരു കൈകളും ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. നമ്മുടെ മുത്ത് നബി പഠിപ്പിച്ച ഇബാദത്തല്ലേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും റസൂൽ പഠിപ്പിച്ചെന്നൊരു വഴി തീരുമാനമെടുക്കാനുള്ള ഒരു ഇബാദത്താണിത്. നമ്മുടെ മുത്ത് നബി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരാവശ്യം വന്നാൽ ഈ ഒരു നിസ്കാരം നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. കാരുണ്യവാനായ അള്ളാഹു ഒരു വഴി തുറന്നു തരിക തന്നെ ചെയ്യും. ഹൈറായ വഴിയാണെങ്കിൽ ഹൈർ എന്നൊരു തീരുമാനത്തിൽ അള്ളാഹു എത്തിപ്പിക്കാൻ നമുക്ക് സഹായിക്കും. കാരണം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സഹായം തേടുക, അതൊരു നല്ല കാര്യമല്ലേ. അതല്ലേ നമുക്ക് വേണ്ടത് ജീവിതത്തിൽ. അപ്പോൾ
അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഇബാദത്ത് കൂടിയാണ് ഈ ഒരു ഇബാദത്താണല്ലോ നിസ്കാരം. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു തീരുമാനത്തിൽ അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഷെറുകളും തട്ടി മാറ്റാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ ഇൻഷാ അള്ളാഹ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്, അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു നന്മയായിരിക്കും അത് ഇൻഷാ അള്ളാഹ്.